നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. മണ്ണാർശാലയാണ് ലക്ഷ്യം. ഹരിപ്പാട് എത്തിയിട്ടാണല്ലോ മണ്ണാർശാലയ്ക്ക് പോവുക. അപ്പോൾ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അതും കൂടി ഒന്ന് തൊഴണമെന്നുണ്ട്. അപ്പോൾ വഴിക്ക് വെച്ച് സുന്ദരി പാട്ടൊക്കെ പാടി രാരവേണു ഗോപബാല. നമ്മളിപ്പോൾ ആലുവ എത്തിയിട്ടോ. ആലുവ പാലമാണ് ഈ കാണുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ പണിത ഒരു പ്രത്യേകതരം പാലാണ് അല്ലേ. എന്ത് ഭംഗിയല്ലേ കാണാൻ ഇത്. അങ്ങനെ നമ്മൾ പാലൊക്കെ കടന്ന് പിന്നെയും കുറേ ദൂരം പോയി. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ല കഴിഞ്ഞിട്ട് എറണാകുളം ജില്ലയും കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ലേക്ക് ഷോർ ഹോസ്പിറ്റലല്ലേ? ക്യാൻസറിന്റെ ഇവിടെ നിറച്ച് മാവുണ്ടല്ലേ സൈഡില്. അല്ല നിറച്ച് മാവുകൾ വെച്ചിട്ടുണ്ട്. ഇത് കായല ഇപ്പുറത്തുള്ളത് കൊച്ചിക്കായല്. ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും കായലാണ് കേട്ടോ. കൊച്ചിക്കായൽ എന്നാണ് പറയണത്. ഇനി ഇങ്ങനെ കായലുകളും പുഴകളും ഒക്കെ ആയിട്ട് കാണാം. ഈ ഇവിടുന്ന് അറിയ ചെടി വെച്ചാലുണ്ട്. എന്തൊരു ഭംഗിയ കാണാൻ. നമ്മുടെ അടുത്ത ചെടിയില്ലേ, വാഴ ചെടി പോലത്തെ നോക്കും, എന്ത് രസം കാണാൻ. ടോൾ പ്ലസ് കാണണം. കുണ്ടന്നൂര് എറണാകുളം ജില്ല. അതിൻ്റെ മുകളിൽ നല്ല രസമായിട്ട് കെട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. ഏറ്റവും മുകളിൽ അടിപൊളി ഉണ്ടല്ലോ. ഇത് എറണാകുളത്ത്, അതായത് കുണ്ടന്നൂരുള്ള ടോൾ പ്ലാസയാണ് കേട്ടോ. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വെൽക്കംസ്. ഇത് കായലല്ലേ? അരൂര്. വലിയ കായലാണത്. അപ്പൊ നേരത്തെ കണ്ടതോ? അതും കൊച്ചിക്കായൽ തന്നെയാ. മനോരമയുടെ അതാ കണ്ട മനോരമ അല്ലേ. ദേശീയപാത 66 അല്ലേ. അവിടെ ഒരു നല്ല കെട്ടിടം കണ്ടോ, നല്ല ഭംഗിയുള്ളത്. ആലപ്പുഴ ജില്ലയോ? ആലപ്പുഴ ജില്ല സ്റ്റാർട്ടിങ്. ഇനി എത്ര ദൂരം ഉണ്ട് അവിടേക്ക്? 2 മണിക്കൂർ 12 മിനിറ്റ് വേണം. ഇനിയോ? 79 കിലോമീറ്റർ വേണം. ഇനിയല്ലേ? 79 കിലോമീറ്റർ, 2 മണിക്കൂർ 10 മിനിറ്റ്. കേന്ദ്ര ഗവൺമെന്റ് പണിയണത് കേന്ദ്ര ഗവൺമെന്റ്. ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പം നല്ല മഴയൊക്കെ വരുമ്പോൾ താഴെ വെള്ളം ഉണ്ടാവും. അപ്പം ഗതാഗതത്തിന് തടസ്സം വരും. അതുകൊണ്ട് തന്നെ മേൽപ്പാലം ഉണ്ടാക്കുകയാണ്. വളരെ ദൂരേക്ക് മേൽപ്പാലം ഉണ്ടാക്കുകയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ വണ്ടികൾക്കൊക്കെ മുകളിൽ കൂടെ പോകാമല്ലോ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയാണത്. പക്ഷെ ഇതൊക്കെ പണിയാനുള്ള സ്ഥലത്തിന് കുറെ കാശ് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? നല്ല കാശ് കിട്ടിയിട്ടുണ്ടാവില്ലേ ഉടമസ്ഥന്മാർക്ക്? കഴിഞ്ഞ നിർത്തി ഇവിടെ അവസാനിച്ചു. ഇനിയിപ്പോൾ
വേറെ പണത് കൂട്ടി തുറവൂര്. ഈ മേൽപ്പാല നിർമ്മാണം ഇവിടെ വരെ അതായത് തുറവൂര് വരെ ആയിട്ടുള്ളൂ. ഇനി പണിതിട്ട് വേണം. പിന്നെ ചില സ്ഥലത്ത് പണിയേണ്ടി വരില്ല കേട്ടോ. ഉയർന്ന ഭാഗങ്ങളിൽ മേൽപ്പാലം വേണ്ടി വരില്ല. മറ്റത് പണിക്ക് എത്ര കാശ വേണ്ടല്ലേ? അതെ അതെ. പക്ഷെ റോഡൊക്കെ പൊക്കിയുണ്ട്. പക്ഷേ ഈ റോഡ് ഇവിടെ വെള്ളം ഇല്ല. അത് നമ്മുടെ അവിടെ ചെയ്തില്ലടാ. അമ്പലൂർ ചെയ്തില്ലേ? പാലത്തിലൂടെ ഇങ്ങനെ പൊക്കി മണ്ണോട്ട് പൊക്കി കൊണ്ടുവന്നല്ലേ പറഞ്ഞ ഓവർബ്രിഡ്ജിന്റെ അവിടെ. ആ അമ്പലൂർ ഓവർബ്രിഡ്ജില്ലേ അവിടെ രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് പൊക്കി കൊണ്ടുവന്നല്ലേ ഹൈറ്റ് കൂട്ടിയിട്ട്. അതുപോലെ ഹൈറ്റ് കൂട്ടിയ സ്ഥലമായിരിക്കും മണ്ണ് പൊക്കിയിട്ട് റോഡ് പൊക്കി കൊണ്ടുവന്നോ ആരാവില്ല. രണ്ട് സൈഡിൽ നിന്ന് പൊക്കി കൊണ്ടുവന്നിരിക്കണോ. പക്ഷെ ഇപ്പുറത്ത് വീണ്ടും ഹൈറ്റ് വയ്ക്കാൻ വേണ്ടിട്ടാ. ഇവിടെ പില്ലർ വരില്ലേ? ഈ സ്ഥലത്തൊന്നും പില്ലർ വരില്ലേ? അതെ അതെ. പണി കഴിഞ്ഞു. എന്നാലും ഓരോ മണ്ണിൻ്റെയും കളർ വ്യത്യാസം കണ്ട. അത് അടിപൊളി അടിപൊളി. ഞങ്ങൾക്ക് ഇതൊരു വയലറ്റ്, ഇത് വേറെ കളറ്, അത് ഇന്ന കളർ, ഇത് വേറെ കളറ്. മണ്ണിൻ്റെ തന്നെ കളർ വ്യത്യാസം ഉണ്ടാകും. വെള്ളമണ്ണ് അപ്പുറത്തുണ്ടായിരുന്നു, കറുത്ത മണ്ണ് വേറെ സ്ഥലത്ത്. ഇത് പാറ എന്താ മല തുറന്നിട്ട് തീർത്തന്നുണ്ടല്ലേ. രണ്ട് സൈഡും കട്ട കെട്ടിയിട്ട് റോഡിന് ഹൈറ്റ് വയ്ക്കാനായിട്ട് രണ്ട് ഭാഗത്തും കട്ട കെട്ടിയതിന് ശേഷം ഉള്ളിൽ മണ്ണ് നിറയ്ക്കുക. പല കളറുള്ള മണ്ണുകൾ. ഒരു കൗതുകം തന്നെയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. എത്ര തരം കളറാണെന്നറിയോ മണ്ണിന്? ശ്രീനാരായണ കുഴൽപ്പര. അപ്പുറത്തും മരം കാണാനുണ്ട്, ഇപ്പുറത്തും മരം കാണാനുണ്ട്. ബീച്ചാണോ? ആ അവിടെ യന്ത്രജ്ഞാനുണ്ട്. അയ്യോ ഇന്നലെ ഞങ്ങള് കേറി. കാണാൻ പറ്റില്ല അല്ലേ ഒന്നും. ബീച്ചാണത്. അയ്യോ ഒന്നും കാണാൻ പറ്റില്ല അല്ലേ. അതിന്റെ മോളിൽ കൂടെ പക്ഷെ എന്നിട്ട് ഇത് ഇതാ ഇതാ. ഓ ഓ ഓ. നമ്മളും ഇതേ കൂടെ അതെയോ? നമ്മളിന്നാള് പോയപ്പോ ഒരാളും ഉണ്ടാവില്ലല്ലോ. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേട്ടാ. കണ്ടോ? നമ്മളിപ്പോൾ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, അകലേന്ന് കണ്ടില്ലേ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഞാൻ ഇത്ര ഭംഗിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിലും അതെനിക്ക് മറന്നു പോയിരിക്കുകയായിരുന്നു. ദാ ഓം ഹരഹരോ ഹരഹര ഇറങ്ങി നമുക്കിവിടെ കാണാം കേട്ടോ. ചെരുപ്പുണ്ടോ? ചെരുപ്പ് ഉടനോ? ക്ഷേത്രം മതിലിന് പുറം ഭാഗത്തുള്ള ഒരു നടപ്പുരയാണ് കേട്ടോ ഇത്. കണ്ടോ? അവിടെ നല്ല വലിയ ഗേറ്റൊക്കെയാണ്. ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ കണ്ടോ? ഇവിടെ ഹോളൊക്കെ ഉണ്ട്. അവിടെ എന്തോ ഒരു പുസ്തക പ്രകാശനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രസംഗമൊക്കെ കേൾക്കാം. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഈ നടപ്പുരയിലേക്ക് എത്താൻ പോവാണ് കേട്ടോ. കണ്ടു, രാജേട്ടൻ മുമ്പ് പോയി. അപ്പം ഞാനും
നടപ്പുരയിലെത്തി ഡ്രസ്സ് അടിച്ചിരിക്കുന്നുണ്ട് മുകളിൽ കേട്ടോ. ആ ഗോപുരത്തിൻ്റെ വാതിലൊക്കെ ഉണ്ടോ, പിച്ചള പൊതിഞ്ഞ നല്ല മനോഹരമായിട്ടുള്ള ഗോപുരവാതിൽ. ഹായ്, മോൾ ഭാഗം നോക്കൂ, പ്രത്യേകത. ഏറ്റവും മുകളിൽ ഡ്രസ്സാണെന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ കണ്ടു എന്ത് രസമായിക്കണ, അടിപൊളി അല്ലേ. ഹരഹരോ ഹരഹര. നമുക്ക് ഇനി ഉള്ളിലേക്ക് കിടക്കാം. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഒരു വയസ്സായ ഒരാളവിടെ നിൽക്കുന്നുണ്ട്, പൊക്കം കുറഞ്ഞിട്ട്. പണ്ടൊരിക്കൽ ഞാൻ പോയപ്പോഴും ഇയാളെ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ശയന പ്രദർശനം ചെയ്യുന്ന ആളാണ് കേട്ടോ. അത് പൈസ കൊടുത്താൽ അയാൾ അവിടെ ഉരുണ്ട് അവിടെ താഴെ വീണ് ഉരുള്ളൂ. അങ്ങനെ നമ്മളിവിടെ എത്തി. ഈ സൈഡിൽ ഊട്ടുപെരയാൻ തോന്നുന്നു. വലിയ ഒരു കൊടിമരം, സുബ്രഹ്മണ്യനും വള്ളി ദേവയാനി ഒക്കെ ആവും അല്ലേ. ഇപ്പുറത്തൊരു ഗണപതി ടെമ്പിളുണ്ട് ഈ സൈഡിൽ. നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നട തുറക്കണ വരേക്ക് പുറത്ത് കാവൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളും അവിടെ നിന്നു. നിന്നപ്പോഴും ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം, ചുമരിൻ്റെ ഭാഗമൊക്കെ മനോഹരമായി പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുകയാണ്. നമുക്ക് നല്ല വ്യാളി മുഖത്തോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള തൂണുകളാണ് കേട്ടോ. ചിത്രങ്ങളൊക്കെ നോക്കാം. സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തോട് ബന്ധപ്പെട്ട കഥകളാണെന്ന് തോന്നുന്നു ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ കണ്ടോ, ഇവിടെ നട അടച്ചത് കൊണ്ട് നമ്മളിങ്ങനെ നിന്നപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ഇതൊക്കെ ചിത്രങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ പകർത്താൻ സാധിച്ചു. എല്ലാവരും അക്ഷമരായിട്ട് നിൽക്കുകയാണ്. വഴിപാട് ചീട്ട് എടുക്കേണ്ട ആൾക്കാരൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. ജ്യോതി ഒരു നാരങ്ങാമാലയായിരുന്നു ഭഗവാന് ചാർത്താനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നട തുറന്നു. ഞങ്ങളൊക്കെ ഉള്ളി കടന്നു, നന്നായിട്ട് തൊഴുതു, പ്രദക്ഷിണം വെച്ചു, പുറത്തേക്ക് വന്നു. ഉള്ളിലൊന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല. പണ്ട് ഇവിടെ കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട് കുറേ നാൾ. ആ സമയത്ത് അദ്ദേഹം എഴുതിയ കാവ്യമാണ്, സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം. ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് വന്നപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ വീണ്ടും അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഒരു 20 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. പണ്ട് ഇങ്ങനെ 10 രൂപ കൊടുത്താൽ അദ്ദേഹം ഇവിടെ വീണ് ശയന പ്രദർശനം ചെയ്യാറുണ്ട്. ഇപ്പം ചെയ്യണില്ല, വയസ്സായില്ലേ. പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്ത് വന്നപ്പോൾ ഇവിടെ ആ ഹാളിൽ പുസ്തക പ്രകാശനത്തിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് മണ്ണാർശാല പോയി തൊഴുതിട്ട് ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ കൊച്ചിയിലെ പല പല ദ്വീപുകൾ കടന്നു പോവുകയാണ്. നമ്മളിപ്പോ ഐലൻഡ് ഇവിടെ കിടക്കണത്. ഐലൻഡിൽ അടുത്ത പെരുമ്പടപ്പ് ഐലൻഡിലേക്ക് കിടക്കുക. നമ്മുടെ പള്ളുരുത്തി അങ്ങനെ ഐലൻഡിലേക്ക് കിടക്കണം. നമ്മളിപ്പോ അങ്ങനെ പോവാണ്ട് ആ വയറ്റിലേക്കൊന്നും പോവാണ്ട് ഓരോ ഐലൻഡ് കടന്ന് നമ്മൾ പോവാണ്. ഇപ്പൊ കടന്നു. അപ്പൊ നമ്മൾ പള്ളുരുത്തി എന്നുള്ള ഭാഗത്തേക്കില്ലേ, ആ ഒരു ഏരിയ എന്താ പറയുക, തോപ്പുംപടി, പള്ളുരുത്തി, അങ്ങനെ എറണാകുളത്തിന്റെ കുറെ ഭാഗങ്ങളിലേക്ക് കിടക്കണം. അത് കഴിഞ്ഞൂല, ഒരുപാട് ഐലൻഡാ നമ്മളിപ്പോ ഐലൻഡില്ല. കൊച്ചി എന്ന് വെച്ചാൽ കുറെ ഐലൻഡുകളാ. ഇപ്പൊ ഈ ഇവിടെ ബോർഡ് കാക്കനാട് ഇടക്കൊച്ചിയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം തോന്നുന്നു. സംശയം ഇടക്കൊച്ചി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി തമ്പുരാനെ. നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമ്പോ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഏതെന്നറിയോ, നമ്മൾ പറഞ്ഞു എന്ത് കൊച്ചി എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി ആണോ? ഓണറിലെ ഫോർട്ട് കൊച്ചി, കുമ്പളങ്ങി നോർത്ത്, കുമ്പളങ്ങി ഇപ്പുറത്തെ ഐലൻഡാ. വെല്ലിംഗ്ടൺ ഐലൻഡ് അല്ലേ ഇത് നമ്മളെത്തിയത്. കുണ്ടൂരിലേക്കെല്ലാം പോണത്. നമ്മള് പോണത് നേരെയാ. കുണ്ടൂരിലേക്ക് പോവാൻ പറ്റുന്ന വഴിയാ മാത്രമേ ഉള്ളൂ.
അത് അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മുടെ വയറ്റിലില്ലേ ആ ഭാഗത്തേക്ക് പോകും. നമുക്ക് വയറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ പോകേണ്ടത്. അത് ശരി. ഓ ഓ ഉഡാൻ. നെടുമ്പാശ്ശേരി എത്തിയപ്പോ നമ്മൾ എത്ര അല്ല ഇത് കൊച്ചിയുടെ അതിനുള്ള എയർപോർട്ടുണ്ട്, പണ്ടത്തെ എയർപോർട്ടാണ്. പണ്ടേ ഇവിടെ എയർപോർട്ട്. അതിന് ശേഷമല്ലേ കൊച്ചിയിലേക്ക് മാറ്റിയത്. ഇപ്പൊ ഇവിടെ മറ്റേ മിലിറ്ററിയുടെ നേവിയുടെ എയർപോർട്ടുണ്ട് അതിൻ്റെ ഉള്ളില്. ഓ നിറയെ ഇങ്ങനെ മുകളിൽ കണ്ട ആ മതിലിന്റെ മുകളില് നമ്മള് ബാംഗ്ലൂർ കാണാനല്ലോ. ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചിട്ട് മുകളിൽ സ്ഥലല്ലേ ഉഡാൻ ഗേറ്റ് അല്ലേ? കൊച്ചി എയർപോർട്ട് പണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടും ഇതുപോലെ തന്നെ ആയിരുന്നു. അത് മാറ്റി അവിടെ നിന്ന്. ഈ പണ്ട് നെടുമ്പാശ്ശേരിയായിട്ട് അധികമായിട്ടില്ലല്ലോ, നമ്മളറിയില്ലേ? നെടുമ്പാശ്ശേരിയായിട്ട് അധികം കാലമായിട്ടില്ല. ഇവിടെയായിരുന്നു പണ്ട്. 97-ലാണ് 2000-ലോട്ടാണ്. അതുവരെ ഇവിടെയാണ്. ഇവിടെയായിരുന്നു. ഇവിടെയായിരുന്നു. ഇവിടേക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ല. തിരുവനന്തപുരത്തേക്ക് പോകണം ഫ്ലൈറ്റിൽ കയറണം. തിരുവനന്തപുരം അത് മറ്റേ കരിപ്പൂരാ. തിരുവനന്തപുരത്തേക്ക് പോകണം. കരിപ്പൂര് അടുത്ത് വന്നതാ. ആകെ തിരുവനന്തപുരത്തുണ്ടായുള്ളൂ. കരിപ്പൂര് അടുത്ത് വന്നതായിരുന്നു. കരിപ്പൂർ ഉണ്ടായിരുന്നോ? അത് ഇന്റർനാഷണൽ അല്ല. തിരുവനന്തപുരം നമുക്ക് ഗൾഫിലേക്ക് പോകണമെങ്കിൽ നമ്മള് തിരുവനന്തപുരത്തേക്ക് ബോംബെയിലേക്ക് പോകണം. പണ്ട് കാലത്ത് ഇവിടെ കൊറേ ദൂരണ്ടല്ലേ ഇത്? എറണാകുളത്തേക്ക് പോട്ടെ. ഏറ്റവും പോരാണെന്ന് എറണാകുളം എനിക്ക് ഓർമ്മയുണ്ടാവും. ഇനി വീണ്ടും അടുത്ത ഇത് വരികയാണോ? അടുത്ത എന്താ പറയാ പാലം വന്നാല് വെണ്ടുരുത്തി പാലം. ഷിപ്പ് അവിടെ ഏൽപ്പിച്ച് കാണിയെടുക്കും. കപ്പലൊക്കെ നോക്കാം. കപ്പല് ഷിപ്പ് പതുക്കെ പതുക്കെ. എന്തിനാ പേടിക്കണേ? അതെയാ ഷിപ്പ് നോക്കിയാൽ ഷിപ്പുകൾ കിടക്കണത്. ഷിപ്പുകള് കണ്ട? ഷിപ്പുകള് ഈ പാലത്തിന് എന്തിനാ പറഞ്ഞേ? വെണ്ടുരുത്തി. എന്തൊരു സുഖമായിട്ട് ഉറങ്ങിയല്ലേ? നല്ല സീറ്റിംഗ് ഉണ്ടായിരുന്നു. സുധിര ഉണർന്നോ ഇറങ്ങാറേ നമുക്ക് ചായ കുടിക്കാം. ശരവണ ഭവൻ തീ കാണുന്നു. ശരവണ ഭവൻ സിർദി സായി ട്രാവൽസ്. ഹോട്ടൽ സ്ഥലമുള്ള മുകളിൽ കയറാം. സിർദി സായി ടെമ്പിളോ? ഭക്ഷണം കഴിച്ചിട്ട് മുകളിൽ കയറുന്നത് ഹോട്ടൽ സ്ഥലമുള്ള വണ്ടി കിടക്കുന്നുണ്ട്. ഷിർദി സായി ടെമ്പിൾ. ഷിർദി സായി ടെമ്പിൾ. ഇനി നമുക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇത്തിരി ചായയൊക്കെ കഴിച്ച് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബോട്ടിങ്ങിന് പോവാം കേട്ടോ. എന്ത് കണ്ടില്ലേ? രണ്ട് വടക്ക് എൻ്റെ പൊന്നേ. ചൂടുണ്ടാ? കണ്ട ശ്രീ എനിക്കും ഞങ്ങൾ ഇന്നാള് പോയതല്ലേ ഇവിടെ അല്ല, ആലപ്പുഴയല്ലേ? വൈക്കം പോയിട്ട് വൈക്കത്ത് പോയിട്ട് ട്രാൻസ്പോർട്ട്. വാട്ടർ മെട്രോയിൽ പോയിട്ട് വാട്ടർ മെട്രോയിൽ പോകാൻ നമുക്ക് വേണമെങ്കിൽ. കാരണം അത്